കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തന്മാരെ കാണാനായിട്ട് ആ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നേരെ ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ കണ്ട് തൊഴാം. ഗണപതിയെ കണ്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. വ്യാഴാഴ്ചയാണ്, നല്ല തിരക്കായിരുന്നു. എന്തായാലും നമുക്ക് തൊഴാൻ പോവാം. അങ്ങനെ വരുമ്പോൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ നേരെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നമ്മളറിയാതെ നോക്കിപ്പോവും. കാരണം നമ്മുടെ ഗുരുവായൂരപ്പൻ അവിടെ ഏത് രൂപത്തിലാണ് ഇരിക്കുക എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു നേരം ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണേ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ നമ്മളെല്ലാവരും ഇരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് ആ ഗുരുവായൂരപ്പനെ ആ വിളക്ക് കണ്ടാൽ തന്നെ നമ്മളെ മനസ്സ് നിറഞ്ഞു. പിന്നീടാണ് നമ്മൾ നോക്കുക കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, കളഭാലങ്കാരാണോ, എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കുക പിന്നീടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വാതിൽപ്പടി കടന്നിട്ട് ഇടത് വശത്തേക്കൊന്ന് നോക്കിയാൽ ആ പീഠം കാണാം. നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച ആ പീഠം കണ്ടൊന്ന് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. പരമഭക്തനായ മേൽപ്പത്തൂരല്ലേ, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത് വശത്തെ ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ട് ഒന്ന് തൊഴാം. കാരണം ആ തൂണിലാണ് നരസിംഹാവതാര രൂപം കാണിച്ചു കൊടുത്തത് മേൽപ്പത്തൂരിന്. അപ്പോൾ അങ്ങനെ അതിനും വളരെ പ്രസക്തിയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ. പിന്നീട് നോക്കുമ്പോൾ ഒരു ഊഞ്ഞാലിങ്ങനെ കാണുന്നു. ആ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഊഞ്ഞാലാടുകയാണ്. വളരെ സുന്ദരമായൊരു രൂപത്തോട് കൂടിയിട്ടാണ് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുക. അപ്പോൾ എല്ലാവരും നോക്കിക്കോളും. നമ്മളിപ്പോൾ ആ തൃപ്പടിയുടെ അവിടെ, സോപാനപ്പടിയുടെ അവിടെ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ആ ദേവകൾ പൂജിതമായ ആ ചതുർബാഹു വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭാലങ്കാരമായിട്ടുള്ള ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ ഓടക്കുഴലൊക്കെ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോഴോ കൈവളകൾ കാണാനുണ്ട്, ഓടക്കുഴൽ കാണാനുണ്ട്. പിന്നീട് കാണാനുള്ളത് നേരെ ആ സ്വർണത്തിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, തോൾവളകളുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ പീലിത്തിരിപിടി നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്, പീലി കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടും ഒരേപോലത്തെ. ആ വെളുത്ത പൂവ് ഇങ്ങനെ പ്രസരിപ്പോടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വള്ളിക്കെട്ട് പോലെ, ഒരു എന്താ പറയുക, ഒരു ചെറിയ വള്ളിയുടെ കെട്ട് പോലെയാണ് ഇന്നത്തെ തെച്ചിപ്പൂവ് കൊണ്ടുള്ള. ബാക്കി മുഴുവൻ വെളുത്ത പൂവാണ്. അതേപോലെ മുകളിലും നല്ല വെളുത്ത പൂവ് കൊണ്ടുള്ള കൂടുതൽ അലങ്കാരം. പിന്നീടോ നേരെ നോക്കിയാൽ ആ ഉണ്ടമാലകൾ 2 കാണാം. അത് വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള സമം ചേർന്ന ഒന്നും, പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു ഭാവത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ ഉള്ളത്. അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സറിഞ്ഞ് വിളിച്ചോളൂ. ആ വിളി ഭഗവാൻ കേൾക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് മനസ്സിൽ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെന്ന് വിളിക്കുന്ന അതേപോലെ മനസ്സറിഞ്ഞ് വിളിക്കുക. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം നമ്മിലേക്ക് എത്തും. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നീട് ഒന്ന് പുറംതിരിഞ്ഞ് നിന്നാൽ നമ്മുടെ ആ ചുമരിൻ്റെ മുകളിലത്തെ ആലിലക്കണ്ണനെ കാണാം. അതും ആ പച്ച കളറിൽ ഇങ്ങനെ കാണുന്നത് നല്ല രസമാണ്. അപ്പോൾ അത് കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് ഗണപതി സ്വാമീനെ പോയി കാണാം.
അവിടെ കൊമ്പും തുമ്പിക്കൈയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ തിടമ്പ് പോലെയൊക്കെ വെച്ച് വരച്ചുണ്ടാക്കി നന്നായിട്ടുള്ള ഇതാ. പിന്നെ നിറയെ അർച്ചന കഴിച്ച പൂക്കളുമുണ്ട്. അപ്പോൾ ഗണപതി സ്വാമീനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണപതി സ്വാമീനെ കണ്ടു തൊഴുതു എത്തൊക്കെട്ട്. പിന്നെ തിരിഞ്ഞാലോ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ അവിടെ വെളുത്ത പൂവുകൊണ്ടുള്ള മാലയുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു വരുമ്പോൾ ബാക്കി ഇങ്ങനെ വരുമ്പോൾ ചെറിയ വിഗ്രഹങ്ങളായ ചെറിയ ഗണപതിനെയൊക്കെ കാണാം. അതൊന്ന് തൊട്ട് തലോടിയിട്ട്, കാരണം നമുക്ക് തൊട്ട് തലോടാൻ പറ്റുന്ന വിഗ്രഹങ്ങളൊക്കെ പുറത്താണ്, അകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ തൊട്ട് തലോടി എന്താ പറയാനുള്ളത് ചൊക്കെ അവിടെ പറയാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള 4 വിഗ്രഹങ്ങൾ കാണാം. അതിനുശേഷം മേൽശാന്തിരിക്കും. അവിടുന്ന് പ്രസാദം വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഈ അർച്ചന ഇല്ലെങ്കിൽ കൂടി അവിടുന്ന് ദക്ഷിണ കൊടുത്താൽ പ്രസാദം കിട്ടും. അത് കഴിഞ്ഞാൽ വാമനരൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡൻ്റെ പുറത്തുള്ള മഹാവിഷ്ണുവിനെ കാണാം. അങ്ങനത്തെ അതൊക്കെ കണ്ട് പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ നിറയെ വെളുത്ത പൂക്കളോണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഒരു അനന്തൻ്റെ മുകളിൽ, അതായത് മഹാവിഷ്ണുവിൻ്റെ മുകളിൽ വെളുത്തവും തുളസിയും കൂടിയുള്ള ഒരു പൂമാലയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചോളും. പിന്നെ അങ്ങനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടു. കൃഷ്ണനെ കണ്ടു. അങ്ങനെ കൃഷ്ണൻ്റെ അവിടെ നിറയെ തുളസിമാല ഉണ്ട്. അത് കഴിഞ്ഞാൽ മുരുകൻ്റെ അവിടെ വന്ന് നോക്കിയാൽ ഭസ്മം കൊണ്ടുള്ള അഭിഷേകം കഴിഞ്ഞിരിക്കുക. പിന്നെ നമ്മളെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ്. നിറയെ പൂക്കളുണ്ട്, വെറ്റിലമാലകളും ചാർത്തിയിട്ടാണ്. കാണാൻ തന്നെ ഇല്ല, മുഖം മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. കാരണം എല്ലാത്തിനും ബലവാനായ ആളാണല്ലോ. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുള്ള അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. നമ്മളിങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതിനുശേഷം നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ഒന്ന് പടിഞ്ഞാറോട്ട് മാറിയാൽ നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് വീണ്ടും ആ ഗ്രില്ലിൻ്റെ അവിടെ എത്തിയ മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ട് തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് ഏത് രൂപത്തിലാണെന്ന് നോക്കിയാൽ ആ രൂപത്തിൽ അങ്ങനെ കാണും നൃത്തം ചെയ്യുന്നതായിട്ട്. അപ്പോൾ അത് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും ആ കൃഷ്ണാട്ട വിഗ്രഹവും ആ നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മളിങ്ങനെ വരികയാണ്. അപ്പോൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഭഗവാന് നീതിച്ച ചന്ദനാണ്, അതായത് ഭഗവാന് ചാർത്തിയ ചന്ദനാണ്. അപ്പോൾ അത് നമുക്ക് ചാർത്താം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് വരാം. ഭഗവതിയുടെ അവിടെ വന്നാലോ നല്ല വെളുത്ത പ്രഭയിലാണെന്ന്, അതായത് ആ ഗോളക അങ്ങനെ വെളുത്ത പ്രഭയാണ്. അതിൻ്റെ മുകളിലും വെളുത്ത മാല പോലത്തെ, അതായത് വെള്ളം തന്നെ വെള്ളി കൊണ്ടുള്ള ആ ഒരു വെളുത്ത നിറത്തിലാണ്. പിന്നെ അടിയിൽ നിറയെ പൂക്കളുണ്ട്. അപ്പോൾ ഭഗവതീനെ കാണുക, അമ്മയെ കണ്ട് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. നമ്മൾ നേരെ കുറച്ചിങ്ങോട്ട് പോകുന്ന ആ കോർണറിലെത്തിയാൽ
വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ മമ്മിയൂർക്ക് നമ്മൾ പോകുന്ന മാതിരി സങ്കല്പിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത പ്രതീതിയായി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒരിക്കൽ കൂടി കാണാം. അതിന് ശേഷം ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് നോക്കുക. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് നല്ല ഗോളക തന്നെ അവിടെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുതു പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലെത്തിയാൽ ആ ദീപസ്തംഭത്തിലെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപം കാണാം. അത് കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാലോ ആ ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ കണ്ട് തൊഴുത് ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ ഒപ്പം പോയി കണ്ടു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരാണ്, ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണെന്ന് എല്ലാവരും അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഗുരുവായൂർ വന്ന പ്രതീതിയാവും. ഗുരുവായൂർ തൊഴുതോർ വീണ്ടും തൊഴുന്നത് പോലെയും തൊഴാനെത്താത്ത വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലിരിക്കുന്ന എല്ലാവരും, എല്ലാ ഭക്തരും എന്നെ ശ്രവിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണ്ട എല്ലാവർക്കും കിട്ടും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.